ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് നാളായിട്ടോ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി ചിക്കൻ വറവ് ഉണ്ടാക്കിയിട്ട്. അതും ഉരുളിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഉരുളിയിൽ ചിക്കൻ വറവ് ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഒഴിച്ചുകറിയായിട്ട് മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിയായിട്ട് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. ക്യാബേജും ബീൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ ഇഷ്ടം ഉരുളക്കിഴങ്ങാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് മെഴുക്ക് വരട്ടാം, അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണിത്. എഡിറ്റൊക്കെ ചെയ്ത് വരാൻ കുറച്ച് ലേറ്റായി പോയി. ഇന്നാണെങ്കിൽ കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ കറണ്ട് പോയി. കറണ്ട് ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒന്നാമത് എൻ്റെ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ലൈറ്റ് ഇല്ലാതെ എടുക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ പിന്നെ പറയും വേണ്ട. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ഈ വീഡിയോ. പിന്നെ ജനാലയൊക്കെ തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ ചിക്കൻ വറവും മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളി ചൂടായിട്ടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി സവാള ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റൗവിൽ ഞാൻ മോരുകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മോരാണെങ്കിൽ മിക്സിയിലൊന്നും അടിക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ട് എണ്ണയിൽ കായ്ച്ച ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തിളപ്പിക്കൊന്നും വേണ്ട. ചെറുതായിട്ട് ചൂടായ ശേഷം അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എണ്ണയിൽ തന്നെ ഈ ചിക്കൻ വെന്ത ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മോര് കറി നന്നായിട്ടൊന്ന് ചൂടായി വന്ന് അത് ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കനെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം എണ്ണയിലിട്ട് ഈ ചിക്കനെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മോര് കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രമൊക്കെ ഒന്ന് മാറ്റി വെക്കാം. മോര് കറി ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ചിക്കനിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ചിക്കൻ മസാലയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേവാൻ വേണ്ടിയിട്ടാണ്. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം. എന്നാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം വലിയ വലിയ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് വേവണമെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ടത് കുറച്ചധികമായും തോന്നുന്നു. നല്ല എരിവുണ്ട്. അങ്ങനെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതിനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ പാൻ ചൂടായാൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ഒരു ചേച്ചി വന്നു കേട്ടോ. അപ്പോൾ അവർ പ്രതീക്ഷിക്കാതെ കയറി വന്നതാണ്. ഞാൻ ഡോർ അടച്ചിട്ടില്ലായിരുന്നു. അവർ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ വീഡിയോ ഓഫ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും വീഡിയോയിൽ ഉണ്ടാവില്ല. അവരെന്തൊക്കെയോ പറയണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കട്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞ് അവർ പോയി. പിന്നെ ഞാൻ വീണ്ടും പണി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടി ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കുറച്ച് വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പിട്ടാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് വേവൂല. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടാൻ നമുക്ക് കുറച്ച് ടൈം വേണം, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിൻ്റെ തീ കുറച്ച് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ തേങ്ങ ചിരവുന്നുണ്ട്, ചിക്കനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിരവയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് തേങ്ങ ചിരവി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇത് ചിരവി എടുക്കാൻ ഇത്തിരി ടൈം വേണം. ഉരുളക്കിഴങ്ങാണെങ്കിൽ സിമ്മിൽ വെച്ചുകൊണ്ട് കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ചിരവൽ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിക്കൻ കറിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയാവാറായിട്ടോ. ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് അധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി വറുത്ത് മിക്സിയിൽ പൊടിച്ചിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് സ്മെല്ലൊക്കെ ആയിരിക്കും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പൊടി തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അത് ഇറക്കി താഴെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാല് ചൂടാക്കാം. അപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ചിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊട്ടും തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാത്ത പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ഇടയ്ക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. മല്ലിയിലിട്ട ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് കഴുകാൻ വേണ്ടി വെക്കുകയാണ് പാത്രം. കൈയോടുകൂടി തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. എന്ന് നമുക്ക് ലാസ്റ്റ് ഒരുപാട് പാത്രം ആവത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൈയോടുകൂടി തന്നെ കഴുകിയിട്ട് അവിടെ ഒന്ന് തുടച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ കറി ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പാൽ ഇപ്പുറത്തോട്ട് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, അത് ഇത്തിരി മാത്രമേ കത്തുന്നുള്ളൂ. ഇത് നല്ലോണം കത്തുന്നതാണ്, അതുകൊണ്ട് ഇതിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സേമിക വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് സേമിക അതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്. സിമ്മിലാണ് വെച്ചിട്ട് വറുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അങ്ങനെ വറുത്തെടുത്ത ശേഷം ഞാൻ ഈ പാലിലേക്ക്, തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം എല്ലാ സേമിക അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് വേവുന്നത് വരെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പം ഞാൻ എല്ലാ സേമിയ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് വേവുന്ന വരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ സേമിക പെട്ടെന്ന് വേവൂല. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ വിസിലടിച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി ഇത് ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ സേമിക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ഇട്ടിട്ട് നെയ്യിൽ കായ്ച്ചിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പായസം റെഡിയായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടാക്കാം കേട്ടോ. അപ്പോൾ കഴിക്കേണ്ട ആൾക്കാരൊന്നും വന്നിട്ടാ, അവരൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ വെക്കാം. എന്നാൽ നമുക്ക് പണി കുറച്ച് കുറയുമല്ലോ. പിന്നെ കഴിച്ച പാത്രം മാത്രം കഴുകിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ. അവരൊന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പണികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി കഴിക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കാണിച്ചു തന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ പായസമാണ്. പിന്നെ ചിക്കൻ വറവാണ്. ചിക്കൻ വറവ് നേരത്തെ കുറച്ച് ലൂസായിരുന്നല്ലോ, ഇപ്പം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, മോര് കറി, നല്ല കുത്തരിയുടെ ചോറും കൂടി ഉണ്ട്. അപ്പം നമുക്ക് കഴിക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിന്നോട്ടിക്കാണെങ്കിൽ ചിക്കൻ കറി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പൂജയാണെങ്കിൽ മോര് കറി കൂട്ടിയായിരുന്നു. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഞാനും ഹസ്ബൻഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കഴിച്ചിട്ട് വയറൊക്കെ വീർത്ത് വന്നു കേട്ടോ. ഒരുപാട് കഴിച്ചു. പായസമൊന്നും കഴിക്കാനാണെങ്കിൽ സ്ഥലവും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.